ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും അഭിയും കൂടെ എങ്ങനെയെങ്കിലും നവ്യേനെ പുറത്താക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ കനകദുർഗയ്ക്ക് ഒട്ടും സഹിച്ചില്ല. നിങ്ങളാണോ പുറത്താകുന്നത് അതോ എൻ്റെ മോളാണോ പുറത്താകുന്നത് എന്ന് കാണിച്ചു തരാടി, നിനക്കിട്ടൊരു പണിയാണെന്ന് ഓർത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഏതായാലും ഇന്ന് ആ പണി തന്നില്ലെങ്കിലേ ഞാൻ വെറും പൊട്ടിയായി പോവും. അതുകൊണ്ട് നിനക്കിട്ട് ഇന്ന് തന്നെ ഒരു പണി തന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ കനകദുർഗ എങ്ങോട്ടേക്ക് പോവാ? റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് കബോർഡൊക്കെ അങ്ങ് തുറന്നിട്ട് നമ്മുടെ ജലജയുടെ സാരിയെല്ലാം ഇങ്ങ് വലിച്ചു വാരിയിട്ട് കത്രികയും കൊണ്ട് കണ്ടം മുണ്ടം വെട്ടി നശിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ നവ്യനെ എങ്ങനെയെങ്കിലും വെളിയിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ ജലജ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിനെ കൊണ്ട് ഒരു ഗുളികയോ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക, എന്നിട്ട് നമുക്ക് അവൾക്കത് കൊടുക്കാം. അപ്പോൾ അവളുടെ കുഞ്ഞ് നശിച്ചു പോകും. ആ കുഞ്ഞ് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലമ്മേ. എത്രയും പെട്ടെന്ന് അത് സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ കുരുങ്ങിന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം മോൻ നീ പേടിക്കണ്ട, ഏതായാലും ഞാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. രണ്ടിലൊന്ന് അറിയണം, അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താകണം. വളകാപ്പ് ചടങ്ങിന് അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ കുഞ്ഞ് ഇല്ലാതാവണം. അതിനുവേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇത് വലിയൊരു കുറ്റമാണെന്നൊക്കെ അറിയാം, പക്ഷേ ഇത് ചെയ്തേ പറ്റൂ. ഈ മഹാപാപം എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്യും എന്നൊക്കെ ശപഥമെടുത്തു. ഇതേ സമയം കനകദുർഗ അത് വെട്ടി കണ്ടമുണ്ടാക്കി. അങ്ങനെ നമ്മുടെ ജലജ എന്നാൽ പിന്നെ റൂമിലേക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് റൂമിൽ ചെന്നപ്പോഴത്തേക്കും കനകദുർഗ കിടന്ന് നല്ല ഉറക്കം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജലജ ചെന്നിട്ട്, കിടക്കുന്ന കണ്ടില്ലേ, തെരുവിലൊക്കെ കിടക്കേണ്ടവൾ ഇപ്പം എൻ്റെ കട്ടിലേ കയറിയാണ് കിടക്കുന്നത്. എൻ്റെ ഒരു ഗതികേടെ. ഏതായാലും ഇവളെ അധിക നാൾ ഞാൻ വെച്ച് പൂർപ്പിക്കത്തില്ല, ഇവിടെ നിന്ന് ഞാൻ ഇവളെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഒന്ന് ഫ്രഷ് ആകാമെന്നും പറഞ്ഞ് ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട് എന്നിട്ട് പതിയെ കബോർഡ് തുറക്കുകയാണ് സാരി എടുക്കാൻ വേണ്ടി. അങ്ങനെ കബോർഡ് തുറന്നപ്പോഴത്തേക്ക് സാരി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ട അലങ്കോലമായിട്ട് കിടക്കുക. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതെന്ത് പറ്റി? ഇതെന്താ, ഞാൻ അടുക്കി വെച്ച സാരിയായിരുന്നല്ലോ, അയ്യോ ഇതെന്താ പറ്റിയത് എന്ന് പറഞ്ഞ് പതുക്കെ വലിച്ച് ഇങ്ങനെ വെളിയിലിട്ടിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കത്രികയും കൊണ്ട് കണ്ട മുണ്ടമാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഈശ്വര, ഇതെന്താ ഞാൻ ഈ കാണുന്നത്? ഇത്രയും വില വരുന്ന സാരി, ഈ സാരിയുടെ കോലം കണ്ടില്ലേ? ഇതിവള് തന്നെ ചെയ്തതാ. എൻ്റെ ഈശ്വര, 10-12,000 രൂപ വരുന്ന സാരികളാ. ഒരെണ്ണത്തിന് 20,000, ഒരെണ്ണത്തിന് 30,000, ഒരെണ്ണത്തിന് 10,000. എൻ്റെ ഈശ്വര, എൻ്റെ സാരി എല്ലാം നശിപ്പിച്ചു. എണീക്കിടി അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കനകദുർഗേനെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട്, നീ എന്താടി ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ പറ്റിയത് അബീടമ്മേ? എന്താ പറ്റിയത് നിനക്ക് അറിയത്തില്ലല്ലേ? ഇല്ല, എനിക്കറിയില്ല. എൻ്റെ സാരി മുഴുവൻ നീ വെട്ടി നശിപ്പിച്ചോ? അയ്യോ, ഞാനോ? സാരിയോ? എൻ്റെ സാരി വെട്ടി നശിപ്പിച്ച ആ എലിയില്ലേ, ആ തൊരപ്പനെലി ആയിരിക്കും ചിലപ്പം അബിയുടെ അമ്മയുടെ സാരിയും കൂടെ വെട്ടി നശിപ്പിച്ചത്. അതാകാനാ ചാൻസ് കൂടുതൽ അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ തൊരപ്പനെലിയെ ഉടനെ പിടിച്ച് പൂട്ടിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പൂട്ടൂടി, ആ തൊരപ്പനെലീനെ ഞാൻ തന്നെ പിടിച്ച് പൂട്ടൂടി, അത് ഞാൻ തന്നെ ചെയ്യും, അതെൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എൻ്റെ സാരി ഇത് എലിയൊന്നും അല്ലടി, ഇത് നീ തന്നെ ഇതെല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത്. നിൻ്റെ സാരി ഞാൻ കീറിയതിന് പകരമായിട്ട് നീ എൻ്റെ സാരി കീറിയതല്ലേ? ഓഹോ, അപ്പം എൻ്റെ സാരി കീറിയ തൊരപ്പൻ അഭിയുടെ അമ്മയാണല്ലേ? ആഹാ, അത് കൊള്ളാലോ. ആഹാ, എങ്കിൽ പിന്നെ ഇതും ഞാൻ കീറിയതാണെന്നങ്ങ് വിചാരിച്ചോ. എന്താ, കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കുണ്ടല്ലോ, എനിക്ക് നല്ല കാലി വരുന്നുണ്ട്, കാലിന്ന് അങ്ങോട്ട് പേർത്ത് കയറുന്നുണ്ട്. അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ഇത് തൊരപ്പൻ തന്നെയാ, തൊരപ്പൻ, ഒന്നാന്തരം നല്ല തൊരപ്പൻ. ഏത് തൊരപ്പനാണെങ്കിലും ആ തൊരപ്പനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കും. ആ തൊരപ്പൻ്റെ കുടുംബം മുഴുവനും തെരുവിൽ കിടന്ന് തെണ്ടും. ആ തൊരപ്പൻ്റെ 2 മക്കളുണ്ടല്ലോ, ആ 2 മക്കളും ഈ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. ഞാൻ തോരപ്പനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ ചറപറ 2-3 എന്താ പറയുക, കനകദുർഗേനെ 2-3 ഇംഗ്ലീഷിൽ ചീത്തയൊക്കെ വിളിച്ചിട്ട്
നമ്മുടെ ജലജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഏതായാലും കനകദുർഗയ്ക്ക് സന്തോഷമായിട്ട് കനകദുർഗ കട്ടിലേൽ അങ്ങ് കയറി ചാടി അങ്ങോട്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല കനകദുർഗയ്ക്ക്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശിൻ്റെ റൂമിൽ നയന ഇങ്ങനെ ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുക, അതേ ജലം അമൂല്യമാണ്, അത് പാഴാക്കാൻ പാടില്ല. ജലം അമൂല്യമാണ്, അത് പാഴാക്കാൻ പാടില്ല. നീ ഈ വെളുപ്പാങ്കാലത്ത് നീ എന്തിനാ പറയുന്നത്? അതേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ജലം അമൂല്യമാണ്, അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യണം. അതിന് നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഹേയ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതിനിപ്പോൾ എന്താ ആദർശേട്ടാ എത്ര നാളായി നമ്മളിങ്ങനെ രണ്ട് മനസ്സായിട്ട് അകന്ന് ജീവിക്കുന്നു. ഇനി അത് വേണ്ട. ഇനിതേ എനിക്ക് സ്നേഹം കൂടി. ഒരു ദിവസം ആദർശേട്ടൻ്റെ അടുത്ത് കിടന്നപ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് സ്നേഹം തോന്നുന്നു ആദർശേട്ടനോട്. അതുകൊണ്ട് ബാ നമുക്കിന്ന് ഒരുമിച്ച് കുളിക്കാം. ഒരുമിച്ച് കുളിക്കാനോ? നീ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? ഇത് വൃത്തികേടാണോ? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, നമ്മൾ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയല്ലേ. ദേ ആ ഷവറിൽ നിന്ന് ഒരുമിച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വെള്ളം സേവ് ചെയ്ത് വെക്കണ്ടേന്ന് പറയുമ്പോൾ നിനക്കെന്ത് വട്ടായോ? വട്ടായി. ഇങ്ങനെ ഭാര്യനെ മൈൻഡ് ചെയ്യാതെ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് വട്ടാവില്ലേ? അപ്പോൾ പിന്നെ ഞാനെങ്ങനെയാ ഒരു മുറിയിൽ രണ്ടായിട്ട് കിടന്നിട്ട് എനിക്ക് വട്ടാവുന്നില്ലല്ലോ. അതെനിക്കറിയില്ല. ആദർശേട്ടൻ്റെ മനസ്സ് പോലെയാണോ എൻ്റെ മനസ്സ്? പെണ്ണുങ്ങളുടെ മനസ്സേ ലോല മനസ്സാ. ഏതായാലും ബാ നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ആദർശിനെ വിളിച്ചുകൊണ്ട് നേരെ ഷവറിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഷവർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഷവറിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി ചെറിയൊരു റൊമാൻസ് പോലെ വരുന്നു. അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് നമ്മുടെ ആദർശം അയ്യോ എന്നും പറഞ്ഞ് വിളിച്ച് കാറിക്കൊണ്ട് എണീക്കുകയാണ്. അപ്പോഴത്തേക്കും നയന വന്നിട്ട് എന്താ ആദർശേട്ടാ പറ്റിയത്? സ്വപ്നമായിരുന്നു കേട്ടോ നമ്മുടെ ആദർശൻ്റെ. ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്ത് സ്വപ്നം ആദർശേട്ടൻ കണ്ടത്? അയ്യോ അത് പറയാൻ പറ്റത്തില്ല. ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന വൃത്തികെട്ട സ്വപ്നം. അതെന്ത് സ്വപ്നമാണ്? അതൊരു സ്വപ്നമാണ്. അത് നീ കേട്ടിട്ട് അങ്ങ് ഇച്ചിരി നീ സുഖിക്കണ്ടെന്ന് പറഞ്ഞപ്പം സുഖിക്കാൻ പറ്റുന്ന സ്വപ്നമാണ്. അതെ നീ മാറിപ്പോക്കെ. ദേ അവളുടെ ഒരു നീരാട്ട്. നീരാട്ടോ? എന്ത് നീരാട്ട്? എന്താ ആദർശേട്ടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വേലക്കാരി അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്തപുരിയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേലക്കാരി. അപ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമ്മുടെ ദേവയാനി വന്നിട്ട്, എടി നിന്നോട് ആരാടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നിന്നെ ഇവിടെ പറഞ്ഞു വിട്ടതല്ലായിരുന്നോ? നിൻ്റെ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമായിരിക്കും, പക്ഷേ നീ കാരണം ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് നിനക്കറിയാമല്ലോ. അന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നയന ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നയനയോട് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഈ വീട്ടിലെ പണി ചെയ്യാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോടി? അതുകൊണ്ടാണോടി നീ വേലക്കാരിനെ വിളിച്ച് വരുത്തി ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നയനയുടെ മെക്കിട്ട് അങ്ങോട്ട് കയറുന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയും വന്നു. ജലജ പറഞ്ഞു, അല്ലെങ്കിലും ഇവക്ക് വലിയ സൂക്കേട് തന്നെയാ. അല്ല നിനക്ക് ഈ ജോലി ചെയ്യുന്നതിന് എന്നാടി ഇത്ര വിഷമം നിനക്ക്? നീ AC-യുടെ മുമ്പിൽ ഇരിക്കുകയല്ലേ ഏത് നേരം? നീ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതല്ലേ നിൻ്റെ വീട്ടിൽ? നീ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ആർട്ട് ഗാലറി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നിനക്ക് ഇവിടെ ഈ ജോലി ചെയ്തെന്നോർത്തോണ്ട് എന്താ നിൻ്റെ കൈയുടെ വള ഊരി പോകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അതെ നിൻ്റെ കൈയുടെ വള ഊരി പോവുമോ? അല്ല നീയും ഇതുപോലെ തന്നെയാണല്ലോ. നീ AC-യുടെ മുമ്പിൽ ഇരുന്ന് ആഹാരം കഴിക്കുക, ഇവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ പരദൂഷണം പറയുക എന്നുള്ളതല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നയന നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ വേലക്കാരിയോട് ചെന്ന് ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഇവിടെ വരുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. അന്ന് തന്നെ കണ്ടില്ലേ, എല്ലാം എൻ്റെ തലയിലല്ലേ കൊണ്ടിട്ടിട്ട് എല്ലാവരും പോയത്. അപ്പം പിന്നെ എനിക്ക് ചേച്ചി ഇവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയി. അപ്പം നയനയുടെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് ദേവയാനി പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാടി? നീ അല്ലേടി ഇവിടെ വിളിച്ചു വരുത്തിയത്? നീ തന്നെ ആടി ഇവിടെ അവളെ വിളിച്ചു വരുത്തിയതെന്ന് എനിക്ക് അറിയാടി. നിനക്ക് പണി ചെയ്യാൻ മടിയായിട്ടല്ലേടി എന്നും പറഞ്ഞ് ഇട്ട് പൊരിക്കുക. അപ്പം മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, നിന്നോടല്ലേ ദേവയാനി നിർത്താൻ പറഞ്ഞത്? മോളാണോ മോളെ അവളെ വിളിച്ചു വരുത്തിയതെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴത്തേക്കും, അല്ല മുത്തശ്ശി ഞാൻ വിളിച്ചിട്ടില്ല മുത്തശ്ശി, എനിക്ക് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ഈ വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, കണ്ടില്ലേ അവൾ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ചു ദേവയാനിയോട്. അപ്പം ജലജ വന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇവൾക്ക് പണി ചെയ്യാൻ മടിയാ, എന്നിട്ട് ഇവൾ പുറമെ വലിയ പുണ്യാളത്തിയാവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നീ അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ജലജ, നിൻ്റെ മരുമകളുടെ കാര്യം പറയാതിരിക്കുക തന്നെയാണ് ഭേദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശ് ഇറങ്ങി വന്നിട്ട് ആദർശ് പറഞ്ഞു, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതേ മോനെ ഈ വേലക്കാരി ഇവിടെ വന്നിട്ടുണ്ട്, ആരാ കൊണ്ടുവന്നതെന്ന് അറിയില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതെ ഇത് സാധാ ഒരു വീടല്ല, ഈ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. അത് ഒറ്റയ്ക്ക് നയനയെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചതും നമ്മുടെ
ആരാ ദേവയാനി അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പം ആദർശ് തന്നെ ആയിരിക്കാം ആ വേലക്കാരിനെ കൊണ്ടുവന്നത്. ഏതായാലും ആ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. കൂടെ മിസ് ചെയ്യാതെ നമ്മുടെ പുതിയ ചാനലായ വ്ളോഗ് ചാനലായ അല്ലൂസ് വേൾഡ് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.